കുട്ടികളെ യൂണിറ്റ് മെഷർമെന്റിലെ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാസ്, വെലോസിറ്റി, റേഡിയസ്. 3 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യണം? അത് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറൈവ് ചെയ്യണം. എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിറൈവ് ചെയ്യണം യൂസിങ് ഡയമെൻഷൻ. അവിടെ കെയുടെ വാല്യൂ 1 തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം ആദ്യം എഫ്, ഫോഴ്സ് അല്ലേ എഫ് എന്ന് കൊടുക്കുക, പ്രൊപ്പോർഷണൽ ടു ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ കൊടുക്കുക. ആരൊക്കെയാ? മാസ് എം കൊടുത്തു, വെലോസിറ്റി വി കൊടുത്തു, റേഡിയസ് ആർ കൊടുത്തു. ഇനി ഇവരെ പവർ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഒരാൾക്ക് എമ്മിന് എ കൊടുത്തു, വിക്ക് ബി കൊടുത്തു, ആറിന് സി കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അത് ക്വസ്റ്റിനകത്തുണ്ടാവും. 2 പ്രൊപ്പോർഷണൽ ഇക്വേഷൻ ആക്കി മാറ്റി. എങ്ങനെ ഇക്വേഷൻ ആക്കും? ഈക്വൽ ടു കൊടുത്താൽ ഒരു കോൺസ്റ്റന്റ് ഇൻഡ്യൂ ചെയ്യണം, കോൺസ്റ്റന്റ് കെ കൊണ്ട് ഇൻഡ്യൂ ചെയ്ത്, ബാക്കി അതുപോലെ എം റൈസ് ടു എ, വി റൈസ് ടു ബി, ആർ റൈസ് ടു സി. ദെൻ ഡയമെൻഷൻ എടുക്കാം. ഫോഴ്സ് ഡയമെൻഷൻ എന്താ നമുക്കറിയാം, എം എൽ ടി റൈസ് ടു -2 ഡയമെൻഷൻ കൊടുത്തു. കെക്ക് ഡയമെൻഷൻ ഇല്ല, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല, ഓർത്തിരിക്കുക. കെ കളയുക, മാസ് ആൻഡ് എം കൊടുത്തു, അതേ പവർ എടുത്ത് ഇവിടെ കൊടുത്തു. എ വെലോസിറ്റി ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു പവർ അതുപോലെ കൊടുക്കുക, ബി. ഓക്കെ, റേഡിയസ് എന്താണ്? ലെന്ത് ആണ്, അതുകൊണ്ട് എല് കൊടുത്തു, പവർ എത്ര? സി. എം റൈസ് ടു എ അതുപോലെ എടുത്ത് ഈ ബ്രാക്കറ്റ് മാറ്റം എങ്ങനെ മാറ്റും? ഇവിടെ എല്ലിന്റെ പവർ എത്ര? 1 അല്ലേ, അപ്പൊ എൽ എഴുതിയിട്ട് 1 ഇൻറ്റു ബി, ബി. അടുത്ത് ടിയുടെ പവർ എത്ര? -1 അല്ലേ, -1 ഇൻറ്റു ബി, ബി. എൽ റൈസ് ടു സി അതുപോലെ എടുത്ത് എഴുതി. ഒന്ന് ഓർഡർ ആക്കണം. എം റൈസ് ടു എ എഴുതി, ഇവിടെ എൽ റൈസ് ടു ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഒരുമിച്ച് എഴുതിയേ ബി പ്ലസ് സി. പ്ലസ് ചെയ്യുക, ബാക്കി എത്ര? ടി റൈസ് ടു -ബി. ഇനി നോക്കേണ്ടത് പവറുകൾ ഇക്വേറ്റ് ചെയ്യുക എന്നാണ്. ഇവിടെ പവർ എത്ര? എമ്മിന് 1, എൽ എത്ര? 1, ടി എത്ര? -2. എളുപ്പമാണ്. എമ്മിന്റെ പവർ നോക്കിയേ എ, ഇവിടെ ഒരു എത്രയാണ്? 1. അപ്പൊ എയുടെ വാല്യൂ എത്ര കിട്ടി? 1 എന്ന് കിട്ടി, ഈസി. അടുത്ത എല്ലിന്റെ പവർ എത്ര? ബി പ്ലസ് സി. ഇവിടെ എല്ലിന്റെ പവർ എത്ര? 1. അപ്പം ബി പ്ലസ് സിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 1. വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ടിയുടെ പവർ എത്ര? -ബി. ഇവിടെ എത്ര? -2. -ബി ഈക്വൽ ടു -2. മൈനസ് കട്ട് ചെയ്തു. അപ്പം ബിയുടെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. ഈ 2 എടുത്ത് ഇവിടെ കൊടുക്കുക. ബിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, പ്ലസ് സി ഈക്വൽ ടു 1. 2 അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പൊ എന്ത് കിട്ടും? 2 അപ്പുറത്ത് കൊണ്ടുപോയി 1 - 2 എന്ന് കിട്ടും. 1 - 2 എത്ര? -1. അപ്പൊ സിയുടെ വാല്യൂ -1 കിട്ടി. എല്ലാ വാല്യൂ എടുത്ത് ഈ ഇക്വേഷനകത്ത് കൊടുക്കുക. അപ്പോൾ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എയുടെ വാല്യൂ എത്ര? 1. വി റൈസ് ടു ബി, ബിയുടെ വാല്യൂ എത്ര? 2. ആർ റൈസ് ടു സി വാല്യൂ എത്ര? -1. കെ 1 ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. എം ബി ഡിവൈഡഡ് ബൈ ആർ. എന്തുവാ ഡിവൈഡ് ബൈ ആർ വന്നേ? റൈസ് ടു -1 ഒന്നുണ്ടാ. ഓക്കെ, എളുപ്പമല്ലേ? ദെൻ ഈ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.